ജിഷ കൊലപാതക കേസിന്റെ റിമാൻഡ് റിപ്പോർട്ടിന്റെ പകർപ്പ് പീപ്പിളിന് പ്രതിക്ക് ജിഷയോട് അടങ്ങാത്ത പകയെന്ന് റിപ്പോർട്ടിൽ പരാമർശം. കൊലപാതകത്തിന് കാരണം പ്രതിയുടെ ഇംഗിതത്തിന് ജിഷ വഴങ്ങാത്തതാണ്. ജിഷയുടെ ജനനേന്ദ്രിയത്തിൽ പ്രതി കത്തി കയറ്റിയതായും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. കൊലപാതകം നടത്തിയത് വൈകിട്ട് 5 മണിക്കാണെന്നും റിപ്പോർട്ടാക്കുന്നു. വിവരങ്ങളുമായി ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, പ്രതിക്ക് ജിഷയോട് കടുത്ത പകയുണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്നു. അതുതന്നെയാണോ മരണത്തിലേക്ക് നയിച്ചതും? ഇക്കാര്യങ്ങളെല്ലാം റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ടോ ഒരു വ്യക്തമായ രൂപം? അഞ്ജു, ജിഷയോടുള്ള വിരോധമാണ് കൊലയ്ക്ക് കാരണം എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് പറയുന്നത്. വൈകിട്ട് 5 മണിക്കാണ് ഈ സംഭവം ഉണ്ടായത്. ലൈംഗികമായി ആക്രമിക്കണമെന്ന ഉദ്ദേശത്തോടെ പ്രതി ജിഷയുടെ വീട്ടിലേക്ക് കടന്ന് ചെല്ലുന്നു. തന്റെ ഇംഗിതത്തിന് കീഴ്പ്പെടുത്താൻ ശ്രമിക്കുകയാണ് അമീറുൽ ഇസ്ലാം ചെയ്തത്. എന്നാൽ ജിഷ ഇതിനെ ശക്തമായി എതിർത്തു. അപ്പോൾ മൂക്കും വായും പൊത്തിപ്പിടിച്ച് ബലാത്കാരമായി ജിഷയെ ലൈംഗികമായി ആക്രമിക്കാൻ ശ്രമിക്കുകയാണ് പ്രതി ചെയ്തത് എന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ ജിഷ ഇതിനെയും ശക്തമായി പ്രതിരോധിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് പ്രതിക്ക് അടങ്ങാത്ത പക ഉണ്ടായി. തുടർന്ന് കൊലപ്പെടുത്താൻ തീരുമാനിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് മാരകായുധം ആയ കത്തി ഉപയോഗിച്ച് ജിഷയുടെ ശരീരത്തിൽ പലതവണ കുത്തി പരിക്കേൽപ്പിച്ചു. കടുത്ത വിദ്വേഷം കാരണം ജനനേന്ദ്രിയത്തിൽ കത്തി കയറ്റി ആന്തരാവയവങ്ങൾ പുറത്തു വരത്തക്ക വിധം പരിക്കേൽപ്പിക്കുകയാണ് ഉണ്ടായത് എന്നും ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ കൂടുതൽ അന്വേഷണം വേണം. നിലവിൽ ഈ പ്രതിക്കെതിരെ 449, 302 വകുപ്പുകൾ പോലീസ് ചേർത്തിട്ടുണ്ട്. ഇത്തരത്തിൽ ബലാത്സംഗത്തിന് വിധേയമാക്കുകയും ചെയ്തതോടെ 376 വകുപ്പ് കൂടി പോലീസ് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള അറസ്റ്റ് വിവരം എല്ലാം തന്നെ ഇയാളുടെ ഭാര്യ, ബംഗാളിലുള്ള ഭാര്യയെയും സുഹൃത്തിനെയും എല്ലാം തന്നെ ഇക്കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം പ്രതിക്ക് ജാമ്യം അനുവദിക്കരുത് എന്നും ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. അതിന് കാരണമായി പറയുന്നവ ഇയാൾ ഒളിവിൽ പോകും, സാക്ഷികളെ സ്വാധീനിച്ച് തെളിവ് നശിപ്പിക്കാൻ ശ്രമിക്കും, മാത്രമല്ല ഇത്രയും ക്രൂരമായ കൃത്യം ചെയ്ത ഈ പ്രതി പുറത്തിറങ്ങുമ്പോൾ അത് അയാളുടെ ജീവന് തന്നെ ഭീഷണിയാവും. അക്കാരണം കൊണ്ട് തന്നെ ഇയാൾക്ക് ജാമ്യം അനുവദിക്കരുത് എന്നും ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഇതുകൂടാതെ തിരിച്ചറിയൽ പരേഡ് ഇനി നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇയാളെ ജയിലിൽ നിന്നും പുറത്തിറക്കുകയാണെങ്കിൽ തന്നെ മുഖംമൂടി ധരിപ്പിച്ച് മാത്രം പുറത്തിറക്കണം. മാത്രമല്ല പ്രത്യേക സെല്ലിൽ താമസിപ്പിക്കാൻ ജയിൽ അധികാരികൾക്ക് നിർദ്ദേശം നൽകണം എന്നും ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് കൃത്യമായി പറയുന്നുണ്ട്. DCRB DYSP ആണ് റിമാൻഡ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. അതിലുള്ള വിവരങ്ങളാണ് ഇവയെല്ലാം. ഉമേഷ്, കൊലപാതകം നടന്ന ആ ദിവസത്തെ എല്ലാ വിഷയങ്ങളും, എല്ലാ കാര്യങ്ങളും, തന്റെ ഓരോ നീക്കവും പ്രതി പോലീസിനോട് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇനി മുന്നോട്ടുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാകും? അഞ്ജു, അടുത്ത നടപടിക്രമം എന്ന് പറയുന്നത് തിരിച്ചറിയൽ പരേഡാണ്. ഈ തിരിച്ചറിയൽ പരേഡിന് ഇന്ന് അനുമതി നൽകിയിട്ടുണ്ട്. എറണാകുളം CJM ആണ് ഈ തിരിച്ചറിയൽ പരേഡിന് അനുമതി നൽകിയിരിക്കുന്നത്. അതേസമയം ഇതൊരു മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ നടത്തണം എന്നും CJM നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിനായി കുന്നംപുറം മജിസ്ട്രേറ്റിനെയാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. കുന്നംപുറം മജിസ്ട്രേറ്റിന്റെ നിർദ്ദേശപ്രകാരം തിങ്കളാഴ്ചയാണ് ഈ തിരിച്ചറിയൽ പരേഡ് നടത്തുക. പ്രതിയെ തിരിച്ചറിയുന്നതിനായി ഈ പ്രതിയുടെ സുഹൃത്തുക്കളും ചെരുപ്പ് കടക്കാരൻ, കെട്ടിടമുടമ തുടങ്ങിയവരെല്ലാം തന്നെ ഇവിടെ ജില്ലാ ജയിലിൽ വെച്ചാണ് തിരിച്ചറിയൽ പരേഡ് നടത്തുക. അവിടേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. അത് തിങ്കളാഴ്ചയാകും നടത്തുക. അതേസമയം ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന മറ്റൊരു കാര്യം, ഇത്തരത്തിൽ കൂടുതൽ അന്വേഷണം നടത്തേണ്ടതിനാൽ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കണം. അത് പെരുമ്പാവൂരിൽ മാത്രമല്ല അന്യ സംസ്ഥാനങ്ങളിൽ ചെന്ന് വരെ തെളിവെടുപ്പ് നടത്തണം എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ആദ്യം ഈ തിരിച്ചറിയൽ പരേഡ് നടത്തുക എന്ന ആ പ്രവൃത്തി പൂർത്തിയായതിനു ശേഷം മാത്രമാണ് തെളിവെടുപ്പ് നടപടികളിലേക്ക് കടക്കാൻ പറ്റുകയുള്ളൂ. അതിനായി കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കണം. തിങ്കളാഴ്ച തിരിച്ചറിയൽ പരേഡ് നടത്തിയതിനു ശേഷമായിരിക്കും പോലീസ് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുക. കസ്റ്റഡിയിൽ അനുവദിച്ച് കിട്ടുകയാണെങ്കിൽ പ്രതിയെ തെളിവെടുപ്പിനും മറ്റുമായി കൊണ്ടുപോകും. ആ നടപടികളാണ് ഇനി അവശേഷിക്കുന്നത്. പ്രതിക്ക് ജിഷയോട് പൂർവ്വവൈരാഗ്യമുണ്ട് എന്നുള്ളൊരു കാര്യം, അത് സ്ഥിരീകരിക്കാനുള്ള ഒരു ശ്രമം കൂടി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണ്ടേ? അതിനുള്ള ഒരു നടപടി പോലീസിന്റെ ഭാഗത്തുനിന്ന് നീങ്ങിയിട്ടുണ്ടോ? അഞ്ജു, പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളാണ് ഇവ. പ്രതിക്ക് കടുത്ത വൈരാഗ്യം ജിഷയോട് ഉണ്ടായിരുന്നു. ആ വിരോധം തന്നെയാണ് കൊലയ്ക്ക് കാരണമായത് എന്ന് വളരെ കൃത്യമായി തന്നെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. പ്രധാനമായും തന്റെ ഇംഗിതത്തിന് വഴങ്ങാത്തതാണ് ഇത്തരത്തിലൊരു ക്രൂരമായ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന് തന്നെയാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇത്തരത്തിൽ ബലാത്കാരമായി ജിഷയെ കടന്നു പിടിക്കാൻ ശ്രമിച്ചു. ജിഷ അതിനെ ശക്തമായി പ്രതിരോധിച്ചു. പലതവണ ഇത്തരത്തിൽ ബലാത്സംഗം ചെയ്യാൻ ശ്രമിക്കുമ്പോഴെല്ലാം ജിഷ
അതിനെ പ്രതിരോധിക്കുമ്പോഴാണ് ഇത്തരത്തിൽ കടുത്ത വിദ്വേഷം വളരുകയും ജിഷയെ അതിമാരകമായി പരിക്കേൽപ്പിക്കുകയും പിന്നീട് ജനനേന്ദ്രിയം കുത്തിക്കീറുന്നത് അടക്കമുള്ള പ്രവൃത്തി ചെയ്തത് എന്നുമാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോൾ വിരോധം തന്നെയാണ് ഈ കൊലയ്ക്ക് കാരണമായത് എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നു. വ്യക്തമാണ്. ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. ജിഷ കൊലക്കേസ് പ്രതി അമീറുൽ ഇസ്ലാമിന്റെ തിരിച്ചറിയൽ പരേഡ് തിങ്കളാഴ്ച നടക്കും. അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് കാഞ്ചീപുരത്തെത്തി. അന്വേഷണം മറ്റ് സംസ്ഥാനങ്ങളിലും വ്യാപിപ്പിക്കും. എറണാകുളം CJM കോടതിയാണ് തിരിച്ചറിയൽ പരേഡ് നടത്താൻ പോലീസിന് അനുമതി നൽകിയത്. ഒരു മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിലായിരിക്കണം തിരിച്ചറിയൽ പരേഡ് നടത്തേണ്ടതെന്നും ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് നിർദ്ദേശിച്ചിരുന്നു. കുന്നുംപുറം മജിസ്ട്രേറ്റ് ഷിബു ഡാനിയലിനെ ഇതിനായി ചുമതലപ്പെടുത്തി. കുന്നുംപുറം മജിസ്ട്രേറ്റിന്റെ നിർദ്ദേശപ്രകാരമാണ് തിരിച്ചറിയൽ പരേഡ് തിങ്കളാഴ്ച നടത്താൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. പ്രതി അസം സ്വദേശിയായതിനാൽ ഇയാളുമായി രൂപസാദൃശ്യമുള്ള ഇതര സംസ്ഥാനക്കാരെയാകും തിരിച്ചറിയൽ പരേഡിന് ഹാജരാക്കുക. അത്തരത്തിലുള്ളവർ ജയിലിനകത്തുണ്ടോ എന്ന് അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. അതേസമയം പ്രതിയെ തിരിച്ചറിയുന്നതിനായി ഇയാളുടെ ഒപ്പം താമസിച്ചവരടക്കമുള്ളവരോട് തിരിച്ചറിയൽ പരേഡ് ദിവസം ഹാജരാകാൻ പോലീസ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒപ്പം കൊലപാതക ദിവസം ജിഷയുടെ വീടിന് സമീപം സംശയാസ്പദമായ നിലയിൽ യുവാവിനെ കണ്ടു എന്ന് മൊഴി നൽകിയവർ, ചെരുപ്പ് കടയുടമ, പ്രതി താമസിച്ചിരുന്ന കെട്ടിടത്തിന്റെ ഉടമ എന്നിവരോടും ജില്ലാ ജയിലിലെത്താൻ പോലീസ് ആവശ്യപ്പെടും. തിരിച്ചറിയൽ പരേഡ് പൂർത്തിയാക്കിയ ശേഷം പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിന് പോലീസ് കുറുപ്പമ്പടി കോടതിയിൽ അപേക്ഷ സമർപ്പിക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ജിഷയുടെ കൊലപാതകത്തിൽ ജിഷയുടെ പിതാവിന്റെ പരാതിയും പരിശോധിക്കുമെന്ന് DGP ലോക്നാഥ് ബെഹ്റ. കൊലപാതകത്തിൽ ഉന്നതർക്ക് പങ്കുണ്ടെന്നായിരുന്നു ജിഷയുടെ അച്ഛന്റെ പരാതി. കേസിൽ അന്വേഷണം ശരിയായ ദിശയിലാണ് പുരോഗമിക്കുന്നത്. പ്രതി അമീറുൽ ഇസ്ലാം ഒറ്റയ്ക്ക് തന്നെയാണ് കൊലപാതകം നടത്തിയതെന്നും DGP പറഞ്ഞു. അക്യൂസ്ഡ് ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണോ, നമുക്ക് കുറച്ചുകൂടി പ്രൊസീജിയറൽ കാര്യങ്ങൾ ചെയ്യാനുണ്ടോ, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പറയാം. അപ്പോൾ കാരണം നമ്മുടെ ഈ ഇൻട്രോഗേഷൻ ഇതുവരെ പൂർത്തിയായിട്ടില്ല. പിന്നെ കാര്യങ്ങളൊന്നും നോക്കിയിട്ട് മാത്രം നമുക്ക് എന്തെങ്കിലും റിയാക്ട് ചെയ്യാമല്ലോ. കുട്ടിയുടെ ഫാദർ കുറച്ച് അലിഗേഷൻ ദാറ്റ് ഓൾസോ വിൽ ബി ടേക്കൻ ഇൻ ടു അക്കൗണ്ട് വൈൽ ഡൂയിങ് ദ ഇൻവെസ്റ്റിഗേഷൻ. പക്ഷേ ഇതുവരെ ഞങ്ങളെല്ലാം ഓൺലി പ്രിലിമിനറി സ്റ്റേജിലാണോ. ഇപ്പോൾ സത്യം ചോദിച്ചാൽ ടോട്ടൽ ഒരു ഇൻട്രോഗേഷൻ ഡീറ്റെയിൽഡായിട്ട് നമുക്ക് ചെയ്തിട്ട് അതിൽ സ്റ്റേറ്റ്മെൻറ്റ് എടുത്താണ് ഈ കാര്യങ്ങൾ ഞങ്ങൾ പൂർത്തിയാക്കിയിട്ടില്ല. ഞാൻ ഒരു ഇൻവെസ്റ്റിഗേഷനിൽ ഇതുവരെ ഞാൻ ഒത്തിരി ഇൻവെസ്റ്റിഗേഷൻ പല സ്റ്റേറ്റിലെ വിദേശത്തിൽ പോലെ ചെയ്തിട്ടുണ്ടോ. ഞാൻ ഇതൊരു പ്രസ് കോൺഫറൻസ് വിളിച്ചിട്ട് ഇൻവെസ്റ്റിഗേഷൻ്റെ കാര്യങ്ങൾ ഞാൻ ആർക്കും പറഞ്ഞിട്ടില്ല. അത് എനിക്ക് എൻ്റെ ഇത് പ്രകാരം അത് കറക്റ്റ് അല്ല. അന്യസംസ്ഥാന തൊഴിലാളികളിൽ അധികവും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകൾ. കഴിഞ്ഞ 6 മാസത്തിനിടയിൽ 42 കേസുകളാണ് ഇവർക്കെതിരെ പെരുമ്പാവൂർ എക്സൈസ് എടുത്തിരിക്കുന്നത്. കോടികൾ വില വരുന്ന ബ്രൗൺ ഷുഗറും കഞ്ചാവുമാണ് ഇവർക്കിടയിൽ വിറ്റുവരുന്നത്. പെരുമ്പാവൂരിൽ മാത്രം 4 ലക്ഷത്തോളം അന്യസംസ്ഥാന തൊഴിലാളികൾ ഉണ്ട് എന്നാണ് അനൌദ്യോഗിക കണക്കുകൾ. ഇവർ കൃത്യമായി ഒരു പ്രദേശത്ത് താമസിക്കാറില്ല. ഇവരിൽ ഭൂരിഭാഗവും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാണെന്ന് പെരുമ്പാവൂരിലെ എക്സൈസ് വിഭാഗം പറയുന്നു. എക്സൈസ് നടത്തിയ പരിശോധനയിൽ കഴിഞ്ഞ 6 മാസത്തിനിടയിൽ 9 കിലോ കഞ്ചാവും 40 ഗ്രാം ബ്രൗൺ ഷുഗറുമാണ് ഇവരുടെ മക്കളിൽ നിന്ന് കണ്ടെടുത്തത്. 42 കേസുകളും ഈ കാലയളവിൽ ഇവർക്കെതിരെ എടുത്തതായും എക്സൈസ് വിഭാഗം പറയുന്നു. ഈ കേസിൽപ്പെട്ടവർ, ഞങ്ങൾ എടുക്കുന്ന കേസിൽപ്പെട്ടവരെല്ലാം ലഹരി നല്ലപോലെ ഉപയോഗിക്കുന്നവരാണ്. ചിലപ്പോൾ അവരെ കൊണ്ടുവരുന്നത് അവരുടെ നാട്ടിൽ പോയിട്ട് വരുമ്പോഴാണ് ലഹരി വസ്തുക്കൾ അവർ കൊണ്ടുവരുന്നത്. കഞ്ചാവ്, ബ്രൗൺ ഷുഗർ, അതാണ് ഇവരുടെ ഇടയിൽ ഏറ്റവും കൂടുതലുള്ളത്. ബ്രൗൺ ഷുഗറാണ് അവർക്ക് കൊണ്ടുവരാനായിട്ട് ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം ബ്രൗൺ ഷുഗറാണ്. ചെറിയ ഒരു പൊതി ആയാലും നമുക്ക് പിടിക്കപ്പെടാം. മറ്റത് നമ്മൾ ബൾക്കായിട്ട് കാണും. ബംഗാളിൽ നിന്നുള്ള തൊഴിലാളികളാണ് പെരുമ്പാവൂരിൽ അധികമായുള്ളത്. അക്രമവാസന കാട്ടുന്ന ഇവർ ലഹരിക്കടിമയാകുന്നതോടെ ക്രൂരമായ കൊലപാതകം വരെ നടത്തുന്നു. ജിഷയുടെ കേസിലെ പ്രതിയും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിരുന്നുവെന്നാണ് സുഹൃത്തുക്കൾ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത്. 1 കിലോഗ്രാം ബ്രൗൺ ഷുഗറിന് 1 കോടിയിലധികം രൂപയാണ് വില വരുന്നത്. ഇത് വ്യാപകമായി കേരളത്തിലെത്തിക്കുന്നതും അന്യസംസ്ഥാന തൊഴിലാളികളാണെന്നാണ് എക്സൈസ് പറയുന്നത്. കേരളത്തിൽ വന്നുപോയിക്കൊണ്ട് നിൽക്കുന്ന ഇടനിലക്കാരായ അന്യസംസ്ഥാനക്കാരാണ് ഇതിന് പിന്നിൽ. വരും ദിവസങ്ങളിൽ തൊഴിലാളികൾക്കിടയിൽ ശക്തമായ പരിശോധനകൾ നടത്താനാണ് എക്സൈസ് വിഭാഗം തീരുമാനിച്ചിരിക്കുന്നത്. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. കലാഭവൻ മണിയുടെ മരണത്തിലെ ദുരൂഹത വർദ്ധിപ്പിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കേന്ദ്ര ലാബിലെ പരിശോധനാ ഫലവും തമ്മിലുള്ള വൈരുദ്ധ്യം. മണിയുടെ ശരീരത്തിലെ കീടനാശിനി സാന്നിധ്യം സംബന്ധിച്ച 2 റിപ്പോർട്ടുകളിലുമുള്ള വിരുദ്ധ അഭിപ്രായങ്ങളാണ് ദുരൂഹത വർദ്ധിപ്പിക്കുന്നത്. റിപ്പോർട്ടുകൾ തമ്മിലുള്ള വൈരുദ്ധ്യം കേസ് കോടതിയിലെത്തുമ്പോൾ നിയമ തടസ്സങ്ങൾ സൃഷ്ടിക്കുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട്. മീഥൈൻ ആൽക്കഹോളാണ് മണിയുടെ മരണത്തിന് കാരണമെന്ന് ഉറപ്പിച്ച് അന്വേഷണ സംഘം മുന്നോട്ട് നീങ്ങുമ്പോഴാണ് ഇതിന് ഘടകവിരുദ്ധമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുന്നത്. മണിയുടെ മരണത്തിന് മീഥൈൻ ആൽക്കഹോളിനൊപ്പം ക്ലോർപൈരിഫോസ് എന്ന കീടനാശിനിയും കാരണമായെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്.
കാക്കനാട് ലാബിൽ നടത്തിയ രാസപരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ഈ വിലയിരുത്തൽ. എന്നാൽ ഹൈദരാബാദിലെ കേന്ദ്ര ലാബിൽ നടത്തിയ പരിശോധനയിൽ കീടനാശിനി സാന്നിധ്യം കണ്ടെത്താനായില്ല. റിപ്പോർട്ടുകൾ തമ്മിലുള്ള ഈ വൈരുദ്ധ്യം കേസ് കോടതിയിലെത്തുമ്പോൾ നിയമതടസ്സം സൃഷ്ടിക്കുമോ എന്ന ആശങ്കയാണ് ഉയരുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തൽ മണിയുടേത് സ്വാഭാവിക മരണമാണെന്ന അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക നിഗമനത്തിന് എതിരാണ്. സർക്കാരിന് കീഴിലുള്ള 2 ലാബുകൾ വ്യത്യസ്ത പരിശോധനാ ഫലങ്ങൾ നൽകുന്ന പശ്ചാത്തലത്തിൽ മണിയുടെ മരണത്തിലുള്ള ദുരൂഹത വർദ്ധിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്. CPIM ഓഫീസിൽ അതിക്രമിച്ചു കയറി ഒരാളെ മർദ്ദിച്ച കേസിൽ റിമാൻഡിലായ ദളിത് യുവതികൾക്ക് ജാമ്യം. ദളിത് വിഷയം ഉയർത്തി സർക്കാരിനെ മോശമായി ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് പിന്നിലെന്ന് CPIM ആരോപിച്ചു. കഴിഞ്ഞ ദിവസമാണ് തലശ്ശേരി കുറ്റിമാക്കൂലിലെ ഡിവൈഎഫ്ഐ ഓഫീസിൽ കയറി ദളിത് യുവതികൾ പ്രവർത്തകനെ മർദ്ദിച്ചത്. പരാതിയെ തുടർന്ന് കുറ്റിമാക്കൽ കുനിയിൽ സ്വദേശി രാജന്റെ മക്കളായ അഖിലയും അഞ്ജനയും അറസ്റ്റിലായിരുന്നു. ജാമ്യാപേക്ഷയിൽ തലശ്ശേരി സെഷൻസ് കോടതിയാണ് യുവതികൾക്ക് ജാമ്യം അനുവദിച്ചത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും പരിശോധിച്ച ശേഷം പ്രതികരിക്കാമെന്നും മുഖ്യമന്ത്രി ദില്ലിയിൽ പറഞ്ഞു. എന്താ അതിന്റെ കാര്യങ്ങൾ ഇപ്പോൾ എനിക്കറിയില്ല, നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. CPIM ദളിത് വിരുദ്ധ പാർട്ടിയാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് കോടിയേരി ബാലകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. ബോധപൂർവം ഒരു CPM വിരുദ്ധ പ്രചാരവേല, ദളിത് വിരുദ്ധ നിലപാടെടുക്കുന്ന പാർട്ടിയാണെന്ന് ചിത്രീകരിക്കാൻ നടത്തുന്ന ഒരു ബോധപൂർവമായ ഒരു പ്രചരണമാണ് അവിടെ നടത്തുന്നത്. പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് മന്ത്രി AK ബാലനും പ്രതികരിച്ചു. അറസ്റ്റ് ചെയ്തത് നിയമവിരുദ്ധമാണെങ്കിൽ ശക്തമായിട്ടുള്ള നിലപാട് ഗവൺമെന്റ് എടുക്കും. ദളിത് പെൺകുട്ടികളെ ഉപയോഗപ്പെടുത്തി CPIMനെ രാഷ്ട്രീയമായി ആക്രമിക്കുകയാണ് കോൺഗ്രസ് BJP ലക്ഷ്യമെന്ന് P ജയരാജനും പറഞ്ഞു. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ DGP ഉത്തരമേഖല ADGPയെ ചുമതലപ്പെടുത്തി. ഞാൻ ADG നോർത്ത് സോണോട് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടോ, അദ്ദേഹം വിവരം കളക്ട് ചെയ്തിട്ട് എന്നെ പറയും. വിഷയത്തിൽ സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്. VSന്റെ പദവി സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിന്റെ മുന്നിൽ നിർദ്ദേശം വന്നിട്ടില്ലെന്ന് മുഖ്യമന്ത്രി. പൊതുപ്രവർത്തനത്തിന് പ്രായം ഒരു പ്രശ്നമല്ല എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഗവൺമെന്റിന്റെ മുന്നിൽ ആ പ്രശ്നം വന്നിട്ടില്ല. ഗവൺമെന്റിന്റെ മുന്നിൽ വന്നതിന് ശേഷം അതിനെപ്പറ്റി പരിശോധിക്കാം. നമ്മുടെ പൊതുപ്രവർത്തനത്തിനൊന്നും പ്രായം ഒരു തടസ്സമല്ല. നിങ്ങൾക്ക് ഏത് പ്രായത്തിലും പൊതുപ്രവർത്തനം നടത്താൻ കഴിയും. അതിനുള്ള മനസ്സ്, സന്നദ്ധത ഇതൊക്കെ ഉണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. ആ സന്നദ്ധതയോടുകൂടി പൊതുപ്രവർത്തനം നടക്കുന്നവരെ നാട് എപ്പോഴും അംഗീകരിക്കാറുമുണ്ട്, ആദരിക്കാറുമുണ്ട്. ദേശീയപാത വികസനത്തിന് പണം പ്രശ്നമാകില്ലെന്ന് കേന്ദ്രമന്ത്രിയുടെ ഉറപ്പ് ലഭിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. 60% ഭൂമി ഏറ്റെടുത്താൽ ടെൻഡർ നടത്താമെന്നും ഉറപ്പ് ലഭിച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞു. സമയബന്ധിതമായി പാതാ വികസനം നടപ്പിലാക്കുമെന്ന് കേന്ദ്രത്തിന് ഉറപ്പ് നൽകിയതായി മുഖ്യമന്ത്രി ദില്ലിയിൽ പറഞ്ഞു. 45 മീറ്ററിൽ ദേശീയപാത വികസിപ്പിക്കാനുള്ള കേരളത്തിൻ്റെ തീരുമാനത്തെ കേന്ദ്രമന്ത്രി സ്വാഗതം ചെയ്തു. അദ്ദേഹം ഒരു കാര്യം വ്യക്തമാക്കി, പണം ഒരു തരത്തിലും പ്രശ്നമാവില്ല. ഏറ്റെടുക്കേണ്ട ഭൂമിയുടെ 80% പൂർത്തീകരിച്ചാൽ മാത്രമേ ടെൻഡറിംഗ് നടപടികൾ ആരംഭിക്കുകയുള്ളൂ. ഇപ്പോൾ കേരളത്തിൻ്റെ പ്രത്യേകത അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹം ഇത് 60% കുറക്കാം എന്ന് സമ്മതിച്ചിട്ടുണ്ട്. മൈക്രോ ഫൈനാൻസിൽ കോടികളുടെ തട്ടിപ്പ് നടന്നുവെന്ന വെള്ളാപ്പള്ളിയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്ന് SNDP യോഗം മുൻ പ്രസിഡന്റ് CK വിദ്യാസാഗർ. വെള്ളാപ്പള്ളിയെ ചോദ്യം ചെയ്യണമെന്നും വിദ്യാസാഗർ ആവശ്യപ്പെട്ടു. അന്വേഷണം നടത്തിയാൽ വെള്ളാപ്പള്ളിയിലേക്ക് എത്തുമെന്നും കണിച്ചുകുളങ്ങരയാണ് എല്ലാറ്റിന്റെയും കേന്ദ്രമെന്നും വിദ്യാസാഗർ ആരോപിച്ചു. ഈ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ വെള്ളാപ്പള്ളി നടേശനെ ചോദ്യം ചെയ്ത് ഇതാരൊക്കെയാണ് ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവരെയെല്ലാം പ്രതിയാക്കി കേസെടുത്ത് സമഗ്രമായും സംശുദ്ധമായ ഒരു അന്വേഷണം നടത്തണം. അങ്ങനെ അന്വേഷണം നടത്തിയാൽ തീർച്ചയായിട്ടും ഇതിൻ്റെ വ്യാപ്തി വളരെ വലുതാണെന്ന് മനസ്സിലാകും. ഏതെങ്കിലും 1-2 യൂണിയൻ ഭാരവാഹികളിൽ ഒതുങ്ങുന്നതല്ല തട്ടിപ്പ്. വെള്ളാപ്പള്ളിക്കും ഇതിൽ പങ്കുണ്ടെന്ന് വിദ്യാസാഗർ ആരോപിച്ചു. ഇതിൻ്റെ എല്ലാം കോർഡിനേറ്ററായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ ദീർഘകാലം ജോലി ചെയ്തുകൊണ്ടിരുന്ന KK മഹേശൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ജീവനക്കാരൻ, അദ്ദേഹത്തിൻ്റെ സ്വന്തം ജീവനക്കാരനായിരുന്നു ദീർഘകാലം അദ്ദേഹത്തിൻ്റെ പല ബിസിനസ്സുകളിൽ. തട്ടിപ്പ് തുറന്നു കാട്ടിയവരെ ആക്ഷേപിക്കുകയായിരുന്നു വെള്ളാപ്പള്ളി ചെയ്തത്. ഇതിങ്ങനെ തട്ടിപ്പ് നടക്കുന്നു എന്ന് തുറന്നു പറഞ്ഞപ്പോഴാണ് അദ്ദേഹം എന്നെപ്പോലുള്ളവരെ കുലംകുത്തികളെന്ന് വിശേഷിപ്പിച്ചത്. തട്ടിപ്പിനുള്ള സാധ്യതകൾ മുന്നിൽ കണ്ടാണ് യോഗം നേരിട്ട് മൈക്രോ ഫിനാൻസ് നടത്തിയത്. മൈക്രോ ഫിനാൻസ് പ്രത്യേക കമ്പനിക്ക് കീഴിലാക്കണമെന്ന യോഗ തീരുമാനം വെള്ളാപ്പള്ളി അട്ടിമറിക്കുകയായിരുന്നു. ഇത് ബോധപൂർവമായിരുന്നുവെന്നും വിദ്യാസാഗർ ആരോപിച്ചു. മൈക്രോ ഫിനാൻസ് പദ്ധതിയിൽ കോടികളുടെ ക്രമക്കേട് നടന്നതായി
ഇന്നലെ കന്യാകുമാരിയിൽ നടന്ന SNDP നേതൃപരിശീലന ക്യാമ്പിലാണ് വെള്ളാപ്പള്ളി തുറന്നു പറഞ്ഞത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. സംസ്ഥാനത്ത് കനത്ത മഴയിൽ കൃഷിനാശമടക്കം വൻ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. 21 വരെ കനത്ത മഴയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ജില്ലാ ഭരണകൂടങ്ങൾ ജാഗ്രതാ നിർദ്ദേശവും നൽകി. കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാനത്ത് കാലവർഷം സജീവമായത്. സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ ശക്തമായ മഴ ഇപ്പോഴും തുടരുകയാണ്. 23 വരെ കനത്ത മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട്. 12 മുതൽ 22 സെന്റിമീറ്റർ വരെ അതിശക്തമായ മഴ പെയ്തേക്കും. മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റുവീശാനും സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാനുള്ള സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നു. അങ്ങനെയായാൽ കാലവർഷം കൂടുതൽ ശക്തി പ്രാപിക്കുകയും രാജ്യത്തെ കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്യും. ശക്തമായ മഴയിലും കാറ്റിലും സംസ്ഥാനത്തുടനീളം വ്യാപകമായ നാശനഷ്ടവുമുണ്ടായി. മരം വീണ് നിരവധി വീടുകൾ തകർന്നു. വൈദ്യുത വിതരണം തകരാറിലായി. മലയോര മേഖലകളിലും തീരദേശത്തുമാണ് കൂടുതൽ നാശനഷ്ടമുണ്ടായത്. വ്യാപക കൃഷിനാശവുമുണ്ടായി. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും മഴക്കെടുതി നേരിടാനുള്ള മുന്നൊരുക്കങ്ങളും നടത്തണമെന്ന് ജില്ലാ കളക്ടർമാർക്ക് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കൊച്ചി മെട്രോയുടെ ഭാഗമായി നടപ്പാക്കുന്ന സംയോജിത ജലഗതാഗത വികസന പദ്ധതിക്കുള്ള അന്തിമ കരാറിൽ ഒപ്പുവെച്ചു. സംസ്ഥാന സർക്കാരും KMRL-ഉം ജർമ്മൻ വായ്പാ ഏജൻസിയായ KfW-യും തമ്മിലാണ് ഒപ്പുവെച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിലായിരുന്നു കരാർ ഒപ്പിട്ടത്. കൊച്ചി മെട്രോയെ ജലപാതയുമായി ബന്ധിപ്പിക്കുന്നതാണ് സംയോജിത ജലഗതാഗത പദ്ധതി. പദ്ധതിയിലൂടെ ബോട്ടുകളും ജെട്ടികളും ആധുനികവൽക്കരിക്കും. മെട്രോ റെയിലിൽ ഉള്ളതിന് സമാനമായ സൗകര്യങ്ങളുമായിരിക്കും ബോട്ടുകൾ സർവീസ് നടത്തുക. ബോട്ട് ജെട്ടികളിൽ നിന്നും ഫീഡർ ബസ്സുകൾ വഴി യാത്രക്കാരെ മെട്രോ സ്റ്റേഷനുകളിൽ എത്തിക്കും. 747 കോടി രൂപയാണ് പദ്ധതി ചെലവ്. ഇതിൽ 597 കോടി രൂപ ജർമ്മൻ ബാങ്കായ KfW വായ്പ നൽകും. 102 കോടി രൂപ പദ്ധതിക്കായി സംസ്ഥാന സർക്കാർ ചിലവഴിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ ഗതാഗത വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഏലിയാസ് ജോർജ്, KMRL ധനകാര്യ ഡയറക്ടർ എബ്രഹാം ഉമ്മൻ, KfW ഡയറക്ടർ പീറ്റർ ഹില്ലിക്സ് എന്നിവർ ചേർന്ന് ധാരണാപത്രം ഒപ്പുവെച്ചു. ഗതാഗത സൗകര്യ വികസനത്തിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനും സംസ്ഥാന സർക്കാർ മുന്തിയ പരിഗണനയാണ് നൽകുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. One of the key priorities of the present government is to improve the transportation system and infrastructure in Kerala. നേരത്തെ പദ്ധതിക്ക് ചില തടസ്സങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇടപെടൽ കാരണമാണ് തടസ്സങ്ങൾ നീങ്ങി വേഗത്തിൽ ധാരണാപത്രം ഒപ്പുവയ്ക്കാനായതെന്ന് KMRL MD ഏലിയാസ് ജോർജ് പറഞ്ഞു. And I must also tell you one thing, that so many bureaucratic objections have been raised at various levels, and our Chief Minister took 5 minutes to appreciate the importance of the project. He cleared the file in 3 days. It is only because of his intervention that we could sign this agreement today. 4 വർഷം കൊണ്ട് പദ്ധതി പൂർത്തീകരിക്കാനാണ് ലക്ഷ്യം വയ്ക്കുന്നത്. M. സന്തോഷ്, ന്യൂസ് ബ്യൂറോ, ദില്ലി.